ഇതൊരു അപകടകരമായ പ്രസ്താവനയാണ് ശ്രീജിത്ത്. മുസ്ലിം മേഖലയിൽ മുസ്ലിങ്ങൾ ജയിക്കുന്നത് മുസ്ലിം വോട്ട് കൊണ്ട് മാത്രമല്ലെന്നും ഹിന്ദു മേഖലയിൽ ഹിന്ദുക്കൾ ജയിക്കുന്നത് ഹിന്ദു വോട്ട് കൊണ്ട് മാത്രമല്ലെന്നും അറിയാത്ത ആളാണോ സജി ചെറിയാൻ? ഒരു മന്ത്രി പറയേണ്ട വാക്കാണോ അത് ശ്രീജിത്ത്? ഒരു തരത്തിലും പാടില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തന്നെ എടുത്താൽ, ചെങ്ങന്നൂർ മണ്ഡലം തന്നെ എടുത്താൽ, ചെങ്ങന്നൂരിൽ പല മതവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരാളെന്ന നിലയിൽ സജി ചെറിയാൻ അത്തരമൊരു കാര്യം പറയാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് എടുത്താൽ ആല അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഒക്കെ തന്നെ വിവിധ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സമുദായങ്ങളുടെയും ഒരു ബഹുസ്വര സമൂഹത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരാളെന്ന നിലയിൽ ഒരു തരത്തിലും പറയാൻ പാടില്ല. ഒരു മനുഷ്യ എന്ന നിലയിൽ പോലും അദ്ദേഹത്തിന് ഇത്തരമൊരു പ്രസ്താവന നടത്താൻ പാടില്ല. പിന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുഖവും സംസ്ഥാന സെക്രട്ടറി അംഗത്വം ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനിലുണ്ട ഈ പരാമർശത്തെ CPIMൻ്റെ നേതൃത്വം വളരെയധികം വിമർശനത്തോടെയാണ് കാണുന്നത്. സജി ചെറിയാനോട് ഇത്തരത്തിലുള്ളൊരു വിശദീകരണം നടത്താൻ രാവിലെ നിർദ്ദേശിച്ചതും പാർട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും ആ നിർദ്ദേശം വിശദീകരിച്ചും അദ്ദേഹം കുളമാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്, അത്തരമൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ പാർട്ടിക്കകത്തുള്ളത്. ഓക്കെ, ഹിന്ദു മേഖലയിൽ ഹിന്ദുക്കൾ ജയിക്കുന്നെങ്കിൽ അതിൽ മുസ്ലിം ക്രൈസ്തവ വോട്ടുകളുണ്ട് മന്ത്രി. മുസ്ലിം മേഖലയിൽ മുസ്ലിങ്ങൾ ജയിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദു ക്രൈസ്തവ വോട്ടുകളുണ്ട് മന്ത്രി. അത് കേരളത്തിൻ്റെ തനത് രീതിയാണ്. അതല്ല അങ്ങ് വിചാരിക്കുന്നത് പോലെ അത് വർഗീയ വോട്ടല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പറഞ്ഞ എന്താണ് ഭരണഘടന, മതേതരത്വം, ജനാധിപത്യം എന്നുള്ളത് കുന്തവും കുടച്ചക്രവും എന്ന് തോന്നിയ മന്ത്രി ഇത് പറയാതിരുന്നാലേ അത്ഭുതമുള്ളൂ. കഷ്ടം എന്നേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർത്തു നോക്കൂ, നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കുന്നത് എന്താണ് ഹിന്ദു മുസ്ലിം, നായർ ഈഴവ, അല്ലെങ്കിൽ പഴയ മാറാടിൻ്റെ കലാപകാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മ്യൂണൽ ആവുകയാണ്. എന്നിട്ട് നമ്മളെ വിളിക്കുന്നത് എന്താണ്? പ്രബുദ്ധ കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.